കൊല്ലം കളക്ടറേറ്റിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിന്റെ പേരിലുള്ള തർക്കത്തെ തുടർന്ന് സംഘർഷം. അഭിഭാഷകർ കൂട്ടം ചേർന്ന് മർദ്ദിച്ചതിനെ തുടർന്ന് പരിക്കേറ്റ യുവാവ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. കൂടെയുണ്ടായിരുന്ന ബന്ധുവായ യുവതിക്കും പരിക്കേറ്റിട്ടുണ്ട്. യുവാവിന്റെ മർദ്ദനത്തിൽ അഭിഭാഷകനും പരിക്കേറ്റു. പള്ളിക്കൽ സ്വദേശി സിദ്ദിഖ്, കടക്കൽ സ്വദേശി ഷെമീന, അഭിഭാഷകനായ IK കൃഷ്ണകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ഇരുപക്ഷത്തിനെതിരെയും കേസെടുത്ത വെസ്റ്റ് പോലീസ് സിദ്ദിഖിനെയും ഷെമീനയെയും അറസ്റ്റ് ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അഭിഭാഷകനെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് കോടതി നടപടികൾ ബഹിഷ്കരിക്കാൻ കൊല്ലം ബാർ അസോസിയേഷൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. സംഘർഷത്തിന് ശേഷം ദൃശ്യം പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകനും പരിക്കേറ്റു. കളക്ടറേറ്റ് സമുച്ചയത്തിലെ RT ഓഫീസിൽ പരാതി നൽകാൻ എത്തിയതാണ് ഷെമീനയും അവരുടെ ബന്ധുവും ഡ്രൈവറുമായ സിദ്ദിഖും. ഓഫീസിലെ ആവശ്യം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തങ്ങളുടെ വാഹനത്തിന് പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിൽ വാഹനം പാർക്ക് ചെയ്ത അഭിഭാഷകനോട് വാഹനം മാറ്റിയിടാൻ ആവശ്യപ്പെട്ടു. അതിന് തയ്യാറാകാതെ അദ്ദേഹം കോടതിയിലേക്ക് കയറിപ്പോയെന്ന് സിദ്ദിഖ് ആരോപിച്ചു. ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമാണെന്ന് പറഞ്ഞ് കോടതിക്ക് മുന്നിലെത്തി അഭ്യർത്ഥിച്ചിട്ടും അഭിഭാഷകൻ അവഗണിച്ചെന്നും അവർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് അഭിഭാഷകൻ തിരിച്ചെത്തിയത്. തുടർന്ന് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ കൂട്ടമായി എത്തിയ അഭിഭാഷകർ സിദ്ദിഖിനെ മർദ്ദിച്ച് അവശനാക്കി. പിടിച്ചുമാറ്റാൻ ശ്രമിച്ച തന്നെയും ചില അഭിഭാഷകർ മർദ്ദിക്കുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തെന്ന് ഷെമീന പറഞ്ഞു. അതേസമയം അഭിഭാഷകർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്ത കൃഷ്ണകുമാറിനെ സിദ്ദിഖും ഷെമീനയും കയ്യേറ്റം ചെയ്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് ബാർ അസോസിയേഷൻ അധികൃതർ അറിയിച്ചു. കളക്ടറേറ്റ് സമുച്ചയത്തിലെ പാർക്കിങ്ങിനെ ചൊല്ലി തർക്കവും സംഘർഷവും പതിവാണെന്ന് അവിടെയുള്ള ജീവനക്കാരും പൊതുജനങ്ങളും പരാതിപ്പെടുന്നുണ്ട്. സമുച്ചയത്തിലെ പാർക്കിങ്ങിന് ഒരു തലത്തിലുള്ള നിയന്ത്രണവുമില്ലെന്നാണ് പ്രധാന ആക്ഷേപം. കളക്ടറുടെ വാഹനം പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് പോലും സ്കൂട്ടറുകളും ബൈക്കുകളും അനധികൃതമായി പാർക്ക് ചെയ്യാറുണ്ട്. സെഷൻസ് ജഡ്ജിമാരുടെ വാഹനം പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് ഇരുചക്ര വാഹനങ്ങളും കാറുകളും പാർക്ക് ചെയ്യുന്നതും പതിവാണ്.